ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേൾഡ് ഫേമസ് ഐഫൽ ടവറിലാണ്. ഇവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കേട്ടോ ഏറ്റവും ബെറ്റർ. ഞങ്ങൾ പോരുന്നൊരു 2 ആഴ്ച മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ പോലും ഞങ്ങൾക്ക് ടോപ്പിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാമെന്ന്. നമുക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് 3 ലെവലിലാണ് ആക്സസ് ഉള്ളത്. അതിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കും ടോപ്പ് ഫ്ലോറിലേക്കും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറും കൂടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള ടിക്കറ്റ് കിട്ടാൻ എളുപ്പമാട്ടോ. അത് ഓൺലൈനും അവൈലബിൾ ആയിരുന്നു. ചെല്ലുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടുകയും ചെയ്യും. ടോപ്പിലേക്കുള്ള ടിക്കറ്റ് കിട്ടാനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് നേരത്തെ ടിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും സേഫ്. അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ വന്ന് നമുക്ക് ടോപ്പിലേക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വരും. ഞങ്ങളുടെ വന്നിട്ട് ഒത്തിരി നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ടോപ്പ് ഫ്ലോറിലേക്ക് കയറാൻ പറ്റിയത്. കാരണം അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ആൾക്കാർ എൻട്രി ചെയ്യുന്നതിന്. ഒരു ലിമിറ്റ് കൂടുതൽ ആൾക്കാരായി കഴിഞ്ഞാൽ അവർ ടോപ്പ് ഫ്ലോർ ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നെ അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് വീണ്ടും ടിക്കറ്റ് കൊടുത്തു തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ടോപ്പ് ഫ്ലോറിലേക്ക് ടിക്കറ്റ് കിട്ടിയത്. ടോപ്പ് ഫ്ലോറിലേക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് €22.60 ആട്ടോ എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ടോപ്പിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ €35 30 എൻട്രി ഫീസ്. ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് ലിഫ്റ്റ് യൂസ് ചെയ്യണമെങ്കിലുള്ള പ്രൈസ് ആട്ടോ. ഇപ്പം നമ്മൾ സ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൈസിൽ കുറച്ചും കൂടി റിഡക്ഷൻ ഉണ്ട്. ഐഫൽ ടവറിന്റെ ചുറ്റുമുള്ള ഏരിയ വളരെ മനോഹരമാട്ടോ. അങ്ങനെ ടോപ്പിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഫൈനലി ഓപ്പൺ ആയിട്ടോ. അപ്പം ഞങ്ങൾ ക്യൂ നിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പാരീസിലെ ഐഫൽ ടവർ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. കെട്ടിട നിർമ്മാണ ചരിത്രത്തിലെ ഒരു സാങ്കേതിക മാസ്റ്റർ പീസ് കൂടിയാണിത്. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഞങ്ങളിനി ലിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവാട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറിലേക്കാട്ടോ ലിഫ്റ്റ് എടുക്കുന്നത്. ഈ ലിഫ്റ്റിന് പ്രത്യേകത ഉണ്ട്. 2 ഫ്ലോറിലായിട്ടാണ് ഈ ലിഫ്റ്റിൽ ആൾക്കാരെ എൻട്രി ചെയ്യിക്കുന്നത്. ഐഫൽ ടവർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ഗുസ്താവ് ഐഫൽ ആണ്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഈ പേര് നൽകി. ഈ വർക്കെല്ലാം നടന്നത് 1887 89 ഇടയ്ക്കാട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ഫ്രഞ്ച് സർക്കാർ 1889 അന്താരാഷ്ട്ര പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ അനുയോജ്യമായ ഒരു സ്മാരകത്തിന്റെ രൂപകൽപ്പനയ്ക്കായി ഒരു മത്സരം നടത്തും. 100ലധികം പദ്ധതികൾ സമർപ്പിച്ചു. ശതാബ്ദി കമ്മിറ്റി പ്രശസ്ത ബ്രിഡ്ജ് എഞ്ചിനീയർ ഗുസ്താവ് ഐഫലിന്റേത് അംഗീകരിച്ചു. 300 മീറ്റർ, അതായത് 984 അടി ടവർ എന്ന ഐഫലിന്റെ ആശയം ഏതാണ്ട് മുഴുവനായും ഓപ്പൺ ലാറ്റിസ് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. അന്നത്തെ എക്സ്പോസിഷന്റെ എൻട്രൻസ് ഗേറ്റ്വേ ആയിട്ടാണ് നമ്മുടെ ഈ ഐഫൽ ടവർ അന്ന് പ്രവർത്തിച്ചത്. അപ്പൊ ഞങ്ങൾ ലിഫ്റ്റ് ഒക്കെ എടുത്തുട്ടോ. നേരെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ ചെന്നിട്ട് പാരീസിന്റെ നൈസ് ഒരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഐഫൽ ടവറിന് റോമിലുള്ള സെന്റ് പീറ്റേഴ്സ് ഡോമിനേക്കാളും ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയിനേക്കാളും ട്വൈസ് ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഓൾഡ് മോണുമെന്റ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെറും 2 വർഷം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത്. അത് വളരെ കുറച്ച് ലേബേഴ്സിനെ ഉപയോഗിച്ച് ചെറിയ ചെലവിലാണ് ഈ ഐഫൽ ടവർ സ്ഥാപിച്ചത്. 1889 മെയ് 15 ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തു കൊടുത്തത്. 1889 ഫെയർ അവസാനിച്ചതിന് ശേഷം തന്റെ മോണുമെന്റ് സംരക്ഷിക്കാനുള്ള ഏക മാർഗം പുതിയതും ലാഭകരവുമായ ഉപയോഗങ്ങൾ കണ്ടെത്തുകയാണെന്ന് ഐഫൽ മനസ്സിലാക്കി. 1890 ഒരു കാലാവസ്ഥാ കേന്ദ്രം, 1903 ഒരു മിലിറ്ററി ടെലിഗ്രാഫ് സ്റ്റേഷൻ, 1909 എയറോഡൈനാമിക്സ് പഠിക്കുന്നതിനുള്ള ഒരു ലാബോറട്ടറി എന്നിവ ഉൾക്കൊള്ളാനുള്ള മാറ്റങ്ങൾ അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടോ. സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞാലും ഇവിടെയും ഇത് 2 ലെവലായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങുന്നത് ഒരു ലെവലിലാണ്. അവിടെ നമ്മൾ വ്യൂ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് മേളിലത്തെ ലെവലിലേക്ക് സ്റ്റേഴ്സ് യൂസ് ചെയ്ത് കയറാവുന്നതാണ്. എന്ത് മനോഹരമായ പാരീസിന്റെ വ്യൂ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിമനോഹരമാട്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാരീസിന്റെ വ്യൂ നമുക്ക് വേറൊരിടത്തുനിന്ന് കാണാൻ പറ്റില്ല. ഈ ടവറിന് 300 മീറ്റർ ഉയരമുണ്ട്. 5 മീറ്റർ ഉയരമുള്ള അടിത്തറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടവറിന് മുകളിലുള്ള TV ആന്റിന് ഇതിന് 330 മീറ്റർ ഉയരം നൽകുന്നു. 1929 വരെ ലോകത്തിലെ തന്നെ ടോളസ്റ്റ് സ്ട്രക്ചർ ഐഫൽ ടവർ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പെയ്ഡ് അട്രാക്ഷൻ ആണ് ഐഫൽ ടവർ. ഓരോ വർഷവും 7 മില്യൺ ആളുകൾ ഇത് സന്ദർശിക്കുന്നു. ഈ ഐഫൽ ടവറിൽ ഒരു മ്യൂസിയവും റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ഗുസ്താവ് ഐഫലിന്റെ റിസപ്ഷൻ റൂമും ഉണ്ട്. ഗുസ്താവ് ഐഫലിന്റെ റിസപ്ഷൻ റൂം ബിസിനസ് കോൺഫറൻസുകൾക്കും എക്സ്പോസിഷൻസിനും കൾച്ചറൽ ഈവന്റ്സിലും അതുപോലെ തന്നെ സോഷ്യൽ ഗ്യാതറിംഗ്സിനും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ ഒത്തിരി ഈറ്ററീസും അതുപോലെ തന്നെ ഷോപ്സും ഈ ടവറിൽ ഉണ്ട്. 276 മീറ്റർ ഉയരത്തിൽ ആന്റിനയ്ക്ക് താഴെയാണ് ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. അപ്പം നമ്മൾ ടോപ്പിലേക്കുള്ള ലിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് എടുത്തു. നമ്മൾ ഇത് നേരെ ടോപ്പിലേക്ക് എത്തിക്കും.
അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിട്ടോ. ഇവിടെ നിന്ന് പാരീസിന്റെ അടിപൊളി വ്യൂ വീണ്ടും കാണട്ടോ. നമുക്ക് ഇത്രയും ഹൈറ്റിൽ നിന്ന് ആ പാരീസിന്റെ വലിയൊരു വ്യൂ കാണുക എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാട്ടോ. അപ്പം നമ്മളിനി താഴത്തേക്ക് പോകട്ടോ. മേളിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്കൊരു ഗ്ലാസ് വോക്ക് ഉണ്ട്, പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കാണാൻ പറ്റും. ഇതാട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഗ്ലാസ് ഫ്ലോർ. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും നമ്മുടെ താഴത്തെ വ്യൂ ഒക്കെ കണ്ട് ഇത്തിരി പേടിയാവും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഫേമസ് ഐഫൽ ടവറിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്ക് വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ പാരീസ് വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ഐഫൽ ടവർ വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാട്ടോ. ഒത്തിരി പേര് ഇവിടെ വന്നാണ് ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് ഐഫൽ ടവറിന്റെ ഒരു ഫുൾ വ്യൂവും കിട്ടും, ഒരു അടിപൊളി ഫോട്ടോയും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.